Hi friends, welcome to Kerala Geeks. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 50,000 അണ്ടറിൽ വാങ്ങാൻ പറ്റിയ 5 ബെസ്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കോൺഫിഗറേഷൻസും എല്ലാം നോക്കിയിട്ടാണ് ഒരു 5 സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ഈ ബെസ്റ്റ് 5 ലാപ്ടോപ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ചൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ലെങ്കിൽ, അതായത് ലാപ്ടോപ്പ് ശരിക്കും പറഞ്ഞാൽ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റ് ഞാൻ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടും നിങ്ങൾ എങ്ങനെയാണ് ലാപ്ടോപ്പ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയങ്ങളിൽ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ ചൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ ഏസസിൻ്റെ വിവോബുക്ക് സീരീസിൽ വരുന്ന ലാപ്ടോപ്പാണ്. X509FJ എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അല്ല കോൺഫിഗറേഷൻസ് എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ഇൻ്റലിൻ്റെ i5 പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. 8th ജനറേഷൻ പ്രോസസ്സറാണത്. റാം വരുന്നത് 8 GB റാമാണ് വരുന്നത്. സ്റ്റോറേജ് കോമ്പണൻ്റ് ആയിട്ട് വരുന്നത് 512 GB SSD ആണ്. SSD മിക്കവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാൽ SSD എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് ഡിസ്ക് പോലെ തന്നെയാണ്. അപ്പോൾ സാധാരണ ഒന്നിക്കൽ ഹാർഡ് ഡിസ്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ SSD ആണ് പ്രൊവൈഡ് ചെയ്യൽ. SSD മോശമാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. കാരണം ഹാർഡ് ഡിസ്ക് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് SSD കുറച്ചും കൂടി ഫാസ്റ്റും ആണ്. നമുക്ക് CPU യൂസേജും കുറച്ച് കുറവാണ് ഏത് SSDൻ്റെ കേസിൽ വരുമ്പോൾ. അപ്പോൾ 512 GB SSD ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല സ്റ്റോറേജ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇത് വാങ്ങുന്ന സമയത്ത് പ്രീലോഡഡായിട്ട് നമുക്ക് വിൻഡോസ് 10 കിട്ടുന്നുണ്ട്. പിന്നെ ഗ്രാഫിക്സിൻ്റെ വരുന്നതെന്ന് വെച്ചാൽ 2 GB NVIDIA GeForce MX 230 എന്ന് പറഞ്ഞ ഗ്രാഫിക്സാണ് നമുക്ക് വരുന്നത്. ഡിസ്പ്ലേ സൈസ് എന്ന് വെച്ചാൽ 39.62 സെൻറ്റിമീറ്ററിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് 15.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ വെബ് ക്യാമറ വരുന്നത് VGA വെബ് ക്യാമറയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 64 ബിറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിന് വരുന്നത്. ആർക്കിടെക്ചർ വരുന്നത് പിന്നെ 1.9 kg ആണ് വരുന്നത് വെയിറ്റ്. ഒപ്റ്റിക്കൽ ഡിസ്ക്രൈബ് ഇതിന് ഇല്ല. മിക്ക ലാപ്ടോപ്സിന് ഇപ്പോൾ ഒപ്റ്റിക്കൽ ഡിസ്ക്രൈബ് വരുന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഇല്ല. പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ വരുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 49,750 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ വരുന്ന പ്രൈസ്. ഞാനെല്ലാ ഈ ചൂസ് ചെയ്തിട്ടുള്ള എല്ലാ ലാപ്ടോപ്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ രണ്ടാമത് ചൂസ് ചെയ്ത ലാപ്ടോപ്പിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ Lenovo IdeaPad 330 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഇൻ്റലിൻ്റെ i5 പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8th ജനറേഷൻ പ്രോസസ്സറാണ്. റാം വരുന്നത് 8 GB റാമാണ് വരുന്നത്. 1 TB ഹാർഡ് ഡിസ്ക്കാണ് സ്റ്റോറേജ് കോമ്പണൻ്റ് ആയിട്ട് വരുന്നത്. SSDൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിന് പകരം 1 TB ഹാർഡ് ഡിസ്ക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഗ്രാഫിക്സ് വരുന്നത് വെച്ചാൽ 2 GB NVIDIA GeForce MX 150 എന്ന് പറഞ്ഞ ഗ്രാഫിക്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഗ്രാഫിക്സ് അത്രയും ബെറ്റർ ആവുന്ന അത്രയും നല്ലതാണ് നമുക്ക്. അതായത് ഇപ്പം ഗെയിമിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് അങ്ങനെ ഇമേജ് എഡിറ്റിംഗ് അങ്ങനത്തെ പരിപാടിക്കെല്ലാം നമുക്ക് ഗ്രാഫിക്സ് എത്രയും നല്ലതാവുന്ന അത്രയും നല്ലതാണ് നമ്മൾ ലാപ്ടോപ്പിന്. പക്ഷേങ്കിൽ അതിനനുസരിച്ചിട്ട് പ്രൈസ് വ്യത്യാസവും വരും നല്ലതാവുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ 2 GB NVIDIA GeForce MX 150 എന്ന് പറഞ്ഞ ഗ്രാഫിക്സാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ OS ആർക്കിടെക്ചർ വരുന്നത് 64 ബിറ്റിൻ്റെ OS ആർക്കിടെക്ചറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വാങ്ങുമ്പോൾ തന്നെ പ്രീലോഡഡായിട്ട് നമുക്ക് വിൻഡോസ് 10 കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ സൈസ് എന്ന് വെച്ചാൽ 39.62 സെൻറ്റിമീറ്റർ, അതായത് 15.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് വെബ് ക്യാമറ വരുന്നത് വെച്ചാൽ SD 720pൻ്റെ വെബ് ക്യാമറയാണ് വരുന്നത്. വെയിറ്റ് വരുന്നത് വെച്ചാൽ 2.2 kg ആണ് വരുന്നത്. നമ്മുടെ വിവോ ബുക്ക് നമ്മൾ X509നെക്കാട്ട് കുറച്ചും കൂടി ഹെവിയാണ്. Lenovo IdeaPad 330 എന്ന് പറഞ്ഞ മോഡൽ. ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഡിസ്ക്രൈബ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പ്രൈസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ വരുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 46,990 രൂപയാണ് വരുന്നത്. ഇനി നമ്മൾ മൂന്നാമത് യൂസ് ചെയ്ത ലാപ്ടോപ്പിൻ്റെ പേര് എന്ന് വെച്ചാൽ Acer Aspire 5S എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഇൻ്റലിൻ്റെ i5 പ്രോസസ്സർ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 8th ജനറേഷൻ പ്രോസസ്സറാണ്. SSD ഇതിനകത്തില്ല. അതിന് പകരം 1 TB ഹാർഡ് ഡിസ്ക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഗ്രാഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള UHD 620 എന്ന് പറഞ്ഞ ഗ്രാഫിക്സാണ് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. OS ആർക്കിടെക്ചർ 64 ബിറ്റിൻ്റെ OS ആർക്കിടെക്ചറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വിൻഡോസ് 10 നമുക്ക് പ്രീലോഡഡ് ആയിട്ട് കിട്ടും. അതായത് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ട് വിൻഡോസ് 10 നമുക്ക് കിട്ടും. ഡിസ്പ്ലേ സൈസ് വരുന്നത് വെച്ചാൽ 39.62 സെൻറ്റിമീറ്റർ, അതായത് 15.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിട്ടുള്ള സ്ക്രീനാണ് നമുക്ക് കിട്ടുന്നത്. 1.8 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. SD 720pൻ്റെ വെബ് ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഒപ്റ്റിക്കൽ ഡിസ്ക്രൈബ് ഇതിനകത്തും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ വരുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 41,500 രൂപയാണ് വരുന്നത്. ഈ ലാപ്ടോപ്സിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നാലാമത് ചൂസ് ചെയ്ത ലാപ്ടോപ്പിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ Dell Inspiron 5000 എന്ന മോഡലാണ്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻ്റലിൻ്റെ i5 പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8th ജനറേഷൻ പ്രോസസ്സറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ 8 GB റാമാണ് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 2 TB ഹാർഡ് ഡിസ്ക്കാണ് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പയർ ടു അതർ ലാപ്ടോപ്പ് ആണെങ്കിൽ നമുക്ക് 2 TB ഹാർഡ് ഡിസ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. സാധാരണ ഈ പ്രൈസിൽ വരുന്ന ലാപ്ടോപ്സിനുള്ള 1 TB ഹാർഡ് ഡിസ്ക്കാണ് കണ്ടത്. പക്ഷേ ഇതിൻ്റെ അകത്ത് 2 TB ഹാർഡ് ഡിസ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ 2 GB AMD Radeon 530 എന്ന് പറഞ്ഞ ഗ്രാഫിക്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്.
ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ് ഇതിനകത്തില്ല. 64 ബിറ്റിൻ്റെ OS ആർക്കിടെക്ചറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിൻഡോസ് 10 നമുക്ക് പ്രീലോഡഡ് ആയിട്ട് തന്നെ കിട്ടും. ഡിസ്പ്ലേ സൈസ് എന്ന് വെച്ചാൽ 39.62 സെൻറ്റിമീറ്ററിൻ്റെ, അതായത് 15.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 2.2 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പ്രൈസ് വരുന്നത് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ വരുന്ന പ്രൈസ് വെച്ചാൽ 50,900 രൂപയാണ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റായിട്ട് ചൂസ് ചെയ്തിട്ടുള്ള ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ Asus VivoBook X5 112FL എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. കോർ i5 പ്രോസറാണ്, ഇൻ്റലിൻ്റെ തന്നെ പ്രോസറാണ്, 8 ജനറേഷൻ പ്രോസറാണ് വരുന്നത്. റാം പ്രൊവൈഡ് ചെയ്ത് 8GB റാമാണ് വരുന്നത്. സ്റ്റോറേജ് കോമ്പണൻറ്റ് പറയുന്നത് 512GB SSD ആണ്. പിന്നെ ഗ്രാഫിക്സ് വരുന്നത് വെച്ചാൽ 2GB NVIDIA GeForce MX 250 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേ സൈസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 39.62 സെൻറ്റിമീറ്റർ, അതായത് 15.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. വിൻഡോസ് 10 പ്രീലോഡഡ് ആയിട്ട് നമുക്ക് വിൻഡോസ് 10 കിട്ടുന്നുണ്ട്. 1.75 kg ആണ് വരുന്നത്. 64 ബിറ്റിൻ്റെ OS ആർക്കിടെക്ചറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് HD വെബ് ക്യാമറയും ഉണ്ട്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ് ഇതിനകത്തും ഇല്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 55,000 രൂപയാണ് വരുന്നത് ഫ്ലിപ്കാർട്ടിൽ. ഞാനിത് ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടി നല്ലൊരു ഗ്രാഫിക്സ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിലെ സെയിലെല്ലാം വരുന്ന സമയത്ത് വാങ്ങുന്നതാണെങ്കിൽ എന്തായാലും ഒരു 50,000 നിങ്ങൾക്ക് ഈ ലാപ്ടോപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഈ ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത്. സെയിലെല്ലാം വരുന്ന സമയത്ത് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ 5 ബെസ്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്സ് നമ്മൾ ചൂസ് ചെയ്ത് 50,000 വരുന്നത്. ഇനി ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺസെപ്റ്റ് എങ്ങനെ കൊണ്ടുവരുന്നത് എന്നുള്ളത്. നമുക്ക് 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. വേണമെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഗെയിമറിൻ്റെ രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് എടുത്ത് കൊടുക്കുന്നതാണ്, പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എടുത്ത് കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഇത്രയും കോൺഫിഗറേഷൻസ് വരുന്ന ലാപ്ടോപ്പിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല. കോസ്റ്റ്ലി ആയിട്ടുള്ള ലാപ്ടോപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. സ്റ്റുഡൻസിനെല്ലാം ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞ കോൺഫിഗറേഷൻസ് ഉള്ള ഒരു 30,000 അണ്ടറിലെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നിങ്ങളൊരു ഗെയിമറല്ല ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ എന്തായാലും 8GB റാം വേണം നിങ്ങൾക്ക്. പിന്നെ നല്ലൊരു ഗ്രാഫിക്സ് കാർഡും അതിൻ്റെ പ്രൊവൈഡ് ചെയ്യണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗെയിമിങ് സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ പ്രൊഫഷണലിൻ്റെ രീതിയിലാണെങ്കിലും എന്തായാലും ഗ്രാഫിക്സ് കാർഡും വേണം, ഈ റാമും വേണം. എന്തായാലും ഞാനെല്ലാം എടുക്കുന്ന സമയത്ത് എനിക്ക് ഈ 3 സാധനം എനിക്ക് വേണം. ഇത് സ്റ്റുഡൻറ്റിൻ്റെ രീതിയിലും വേണം, പ്രൊഫഷണലിനുള്ള രീതിയിലും വേണം, ഗെയിമിങ്ങിനുള്ള സംഭവം വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ 50,000 അണ്ടറിൽ നോക്കിയത്. കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യം അനുസരിച്ചിട്ടാണ് നിങ്ങൾ ലാപ്ടോപ്പ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ചെറിയ കോൺഫിഗറേഷൻസ് 4GB റാമിൻ്റെ അണ്ടറിൽ വരുന്ന കോൺഫിഗറേഷൻസ് എല്ലാം നോക്കിയാൽ മതി. ഗ്രാഫിക്സ് കാർഡിനൊന്നും ആവശ്യമില്ല. പക്ഷേങ്കിൽ 3 വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഗെയിമിംഗ് ഫെസിലിറ്റീസും വേണം, പിന്നെ പ്രൊഫഷണൽ, പിന്നെ സ്റ്റുഡൻറ്റിനുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നല്ലൊരു പ്രോസസ്സറുള്ളതും നല്ല 8GB റാം, നല്ലൊരു ഗ്രാഫിക്സ് കാർഡും ഉണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കിപ്പോൾ പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വിൻഡോസ് 10 എല്ലാം നമുക്ക് കിട്ടും. വിൻഡോസ് 10 എല്ലാം നമുക്ക് വേണ്ടാന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് ഡോസ് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങുന്നതാണ്. നമുക്ക് പ്രൈസ് ഡിഫറൻസ് നന്നായിട്ട് വരും. ഒരു 4,000-5,000 രൂപേൻ്റെ എല്ലാം ഡിഫറൻസ് നമുക്ക് കുറഞ്ഞു കിട്ടും ലാപ്ടോപ്പിന്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ലാപ്ടോപ്പ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ ലാപ്ടോപ്സിനും 1 ഇയർ വാറൻറ്റിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മാനുഫാക്ചറിങ് ഡിഫക്ട്സ് വരുന്നതിന് മാത്രമാണ് ഈ വാറൻറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫിസിക്കൽ ഡാമേജസിനൊന്നും ഈ വാറൻറ്റി ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.